ഹൈ ഗോൾഡൻ ടേസ്റ്റി മഴയെല്ലാം പെയ്ത് ഇഷ്ടം പോലെ മഴ കിട്ടി. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, മഴ കിട്ടിയോ? ഞാനൊന്ന് ഇച്ചിരി ഇഞ്ചി നടാമെന്ന് വിചാരിച്ച്, ഒരു ശകലം നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി. അത് ഞാൻ പൂച്ചട്ടി മിച്ചമിരിക്കുന്ന ചട്ടിക്കൂടെയാണ് ഞാനിത് നടുന്നത്. ഇത് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണേ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ചട്ടിയിലേക്ക് കുറച്ച് ചെടി അല്ലെങ്കിൽ ഇഞ്ചി വിത്ത് നടാൻ വേണ്ടി ഒരുങ്ങുക. അതിനായിട്ട് ഞാൻ അതിനകത്തെല്ലാം മണ്ണ് നിറച്ചു. ഇനി ഇതിനകത്ത് നന്നായിട്ട് പിന്നെ ഇതൊക്കെ കുമ്മായമൊക്കെ ചേർത്താണ് നടുന്നത്. അപ്പോൾ കുമ്മായം ചേർക്കുന്ന മണ്ണിന് ഇത് ഗുണം കൂടുതൽ, കാൽസ്യത്തിൻ്റെ അംശം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുമ്മായമൊക്കെ ചേർത്ത് ഞാൻ നടാൻ പോകുന്നു കേട്ടോ. ഇതുകൊണ്ട് ഇതിങ്ങനെ ഇതിപ്പോൾ നല്ല ഇളക്കമുള്ള മണ്ണാണ്. ഞാൻ കഴിഞ്ഞ വേനൽക്ക് പയർ നട്ടതാണ്. പയർ നട്ട ചട്ടിയിൽ എങ്ങനെയായാലും നല്ല വളമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ട് വേനൽക്ക് മീൻവെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ ചെതുമ്പലും എല്ലാം ഇതിനകത്തൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇതങ്ങ് നടാം. നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി കണ്ടത്തേലൊക്കെ പോയി നമ്മൾ കൊണ്ട് പറ്റിയല്ല ഇഞ്ചിയൊക്കെ കണ്ടം വെട്ടിയൊന്ന് നടാൻ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. പ്രായം കുറഞ്ഞ പിള്ളേരൊക്കെ ഇച്ചിരി ഇഞ്ചി കണ്ടമൊക്കെ വെട്ടി ഇഞ്ചി നടുവാണെങ്കിൽ നമ്മുടെ ആവശ്യത്തിനുണ്ട്. സ്ഥലമില്ലാത്തവരൊക്കെ ഇങ്ങനെ ചട്ടിക്കടിയൊക്കെ നടുക. നമുക്ക് നല്ല ഇഞ്ചി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചി നമുക്ക് വിലയ്ക്ക് കിട്ടും, പക്ഷേ അത് ചീഞ്ഞതായിരിക്കും. എന്തെങ്കിലുമൊക്കെ തേച്ചും പെറുക്കിയൊക്കെ ആയിരിക്കും കൊണ്ടുവരുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പം നമ്മുടെ പരിക്കകത്ത് ചിന്തിക്കകത്ത് അങ്ങനെയൊന്നും വേണ്ട. ഇച്ചിരി ചാണകവെള്ളമോ അല്ലെങ്കിൽ ഇച്ചിരി പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ ഒക്കെ നമ്മളങ്ങോട്ട് ഒഴിക്കുമ്പം ആ സാധനം നല്ല സൂപ്പറായിട്ട് നമുക്കൊന്ന് കിട്ടും. ഞാൻ അത്രയൊക്കെ ഈ പറമ്പിൽ ഞാനൊരു വളവും കയറ്റുന്നില്ല. പിണ്ണാക്കോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ ഇട്ടും പെറുക്കിയാണ് ഞാൻ പൂച്ചെടികളും എല്ലാം ഞാൻ നടുന്നത്. എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണ്. മുളകോ ഇച്ചിരി 5-6 ചൂട് മുളകും ഒക്കെ നമുക്കിങ്ങനെ അങ്ങോട്ട് നടാൻ പറ്റും, നമ്മുടെ ആവശ്യത്തിനുള്ള മാത്രം. അങ്ങനെ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇത് ചെയ്തിട്ട് 2 ദിവസം വെക്കണം. ഈ കുമ്മായമൊക്കെ ഇട്ടിട്ടേ 2-3 ദിവസം അങ്ങ് വെച്ചിട്ട് വേണം നമുക്ക് നടാൻ. അതിനായിട്ട് ഞാനിത് കുമ്മായമൊക്കെ ആക്കി വെക്കട്ടെ. ആണ് നല്ലോണം സെറ്റാക്കി ഇനി ഇച്ചിരി കുമ്മായം ഇതിനകത്ത് ഇടുക. ഇട്ടിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് നടുന്നത് കേട്ടോ. ഇത് നമുക്ക് മണ്ണുമായിട്ട് അങ്ങ് യോജിപ്പിച്ച് ഇച്ചിരി വെള്ളവും തളിച്ചങ്ങ് വയ്ക്കാം. എന്ന് വെച്ചിട്ട് നമുക്ക് നടാം 2 ദിവസം കഴിഞ്ഞിട്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് മണ്ണിൻ്റെ കാൽസ്യം ആരോഗ്യമുള്ള മണ്ണായി തീരാനാണ് നമ്മൾ കുമ്മായം ചേർക്കുന്നത്. ഇഞ്ചി എല്ലാ ചട്ടിയിലും ഞാൻ ഇതുണ്ടോ ഈ 2 പീസ് വീതം ഞാൻ വെച്ചു. മുളയുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ വെച്ചു. ഇനി അതിനകത്തിടാൻ പോണത് ഈ ചാണകപ്പൊടി കേട്ടോ. ഇത് ഞാൻ മേടിച്ച് വെച്ചിരുന്നതാണ്. നല്ലതുപോലെ ഞാൻ നെകക്കെ ഇതുണ്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങിട്ട് കൊടുക്കും. ചാണകപ്പൊടിയാണ് ഇഞ്ചിയുടെ ഏറ്റവും നല്ല വളം. ചാണകപ്പൊടിയും ചവറുമാണ്. അത് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചി നല്ലപോലെ മണ്ണിലേക്ക് പതുക്കെ പതിച്ചങ്ങ് വെക്കും. മണ്ണിനടിയിലോട്ട് വെക്കത്തില്ല. അങ്ങനെ പതിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ചാണകപ്പൊടി ഇട്ടു. ഇനിയിപ്പം ഇന്ന് മഴ പെയ്യുമെന്ന് അറിയത്തില്ല, അതുകൊണ്ടിട്ട് നമുക്ക് ഈ ചാണകപ്പൊടി പതുക്കെ ഒന്ന് നനച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് നനച്ച് കൊടുത്താൽ മതി. ഇതൊരു മുഴുത്ത ചട്ടിയായിരുന്നു. ഇത് 10 ചട്ടി ഞാൻ നട്ടു. വീണ്ടും ഇനി വേറെ ഞാൻ നട്ടിട്ടുണ്ട്, ഞാൻ കാണിച്ചത്. ഇതെല്ലാം ഞാൻ ഓരോ പീസ് വീതം വെച്ച് ഓരോ ചട്ടിക്കകത്തൂടെ നട്ടതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിട്ട് വലിയ ഒരു ഇഞ്ചി നമുക്ക് കിട്ടും. നമുക്ക് ഒരു ചട്ടിക്കകത്ത് ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അതിൽ കൂടുതൽ ഇത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇതിന് അഭിപ്രായങ്ങളും സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണേ, ഷെയർ ചെയ്യുക. ഇത് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ചട്ടിക്കകത്ത് വേണമെങ്കിൽ അടിക്ക് കുറച്ച് കരിയില ഇട്ട് വെച്ചിട്ട്, ഞാൻ കരിയിലയൊക്കെ ഇട്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. കുറച്ച് കരിയില ഇട്ടു, അതിൻ്റെ മേലേക്ക് നന്നായിട്ട് ഇളകിയ മണ്ണിട്ടു. എന്നിട്ട് അതും നല്ല ഇത് കുമ്മായമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ്. അങ്ങനെ അതുമൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ ഇഞ്ചി വിത്ത് വെച്ചു. ഒരു പീസ് ഇങ്ങനത്തെ ചട്ടിക്കടയൊക്കെ ഒരു പീസേ വെക്കാവുള്ളൂ. അങ്ങനെ അത് വെച്ചു. എന്ന് വെച്ചിട്ട് അതിൻ്റെ മേലെ ഞാൻ നന്നായിട്ട് ചാണകപ്പൊടി ഇട്ടു. അങ്ങനെ ഞാനിത് നനച്ച് വെച്ചു. ഇനി ആ ചാണകപ്പൊടിക്കകത്തിരുന്ന് നന്നായിട്ട് മുള വന്നോളും. ഇഞ്ചി വിത്തിൻ്റെ ഏറ്റവും വലിയ ആഹാരം ചാണകപ്പൊടിയാണ് കേട്ടോ.
ഓക്കെ ബൈ ബൈ.